അപ്പൊ ഇന്നാണെച്ചാൽ ഞാനും നമ്മുടെ അളിയനും ആണെച്ചാൽ ഒരു ഡുവോ മാച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ലോൺ വോൾഫ് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ കുറേ നേരം ബിയറൊക്കെ കളിച്ച് നമുക്കങ്ങ് ബോർ അടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ലോൺ വോൾഫൊക്കെ പോയി കളിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളാണെച്ചാൽ സ്റ്റാർട്ട് ആക്കിയായിരുന്നു കേട്ടോ. പിന്നെ നോക്കുകയാണെച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസർട്ടിൽ വെച്ചിട്ടാണ് ഒരു പ്ലെയർ അങ്ങ് വൺ ടൈപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് നോക്കുകയാണെച്ചാൽ ആ പ്ലെയർക്ക് റേഞ്ചിലാണ് നിൽക്കേണ്ടത്. പിന്നെ ആ പ്ലെയർക്ക് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീമേറ്റ് അപ്പുറത്ത് അടിച്ചപ്പോൾ തന്നെ ചുമ്മാ അടിച്ചപ്പോൾ പിന്നെ ടീമേറ്റ് നമ്മൾ അടിച്ച് കൊന്നായിരുന്നു. പിന്നെ ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ മോക്കോനെ സ്പോട്ട് ചെയ്ത് കയറി പോയപ്പോൾ നമ്മുടെ അളിയനാണ് ആ പ്ലെയറിനെ വൺ ടൈപ്പ് അടിച്ചിട്ടാണ് 2-0 ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം ഞാൻ ഒരു പ്ലെയറിനെ കൊന്നു. അപ്പോൾ നമ്മുടെ അളിയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലെയർ നോക്കുകയാണ് ആ റൗണ്ട് നമ്മൾ വിക്ടറി അടിച്ചിട്ടാണ് 3-0 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ക പാവം പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇമോട്ടറായി നിന്നില്ല, നമ്മളെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് അങ്ങ് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 4 ആയിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ 2 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ റൗണ്ട് അത് ഞാൻ പോയിട്ട് അങ്ങ് ഫസ്റ്റ് ടൈം ചത്തായിരുന്നു. പിന്നെ നമ്മുടെ അളിയൻ ഉണ്ടായിരുന്നു. അളിയൻ നോക്കുകയാണെന്ന് വെച്ചാൽ ആ പ്ലെയർക്ക് എന്ന് പറഞ്ഞാൽ റേഞ്ച് പോയി നിൽക്കണം. ഇത്ര ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ആ പ്ലെയർക്ക് അങ്ങ് റേഞ്ച് പോയി. അപ്പോൾ ഞാനാണെന്ന് അളിയൻ്റെ അടുത്ത് റേഞ്ച് പോയി തോന്നുന്നു അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അളിയനാണെന്ന് പോയിട്ടാണെന്ന് 1-2 ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ തലക്കടിച്ച് നോക്കി ചിലപ്പോൾ പ്ലെയർ പറ്റിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചുമ്മാ അവനാണെന്ന് തലയ്ക്ക് ഒരു അടി അടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടി അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ആ പ്ലെയർ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അളിയെന്ന് പോയി സോണിൽ എലിമിനേറ്റ് ആയിക്കോ, പാവങ്ങൾക്ക് നമുക്കങ്ങ് പോയി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്ലെയർ അളിയനാണ് പോയിട്ട് എലിമിനേറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പ്ലെയർക്ക് എന്ന് പറഞ്ഞാൽ 3 റൗണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പോയി എലിമിനേറ്റ് ആയിട്ടാണ് 4-4 ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ അവർക്ക് റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ 2 പ്ലേയേഴ്സ് റേഞ്ച് ഉണ്ടാകുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ എന്തായാലും അവരടിച്ച് കൊന്നിട്ട് നമുക്ക് വെറുതെ ഷോ കാണിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങ് കളിയൊക്കെ പോയി അവർക്ക് തന്നെ വിട്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനും അളിയനും ഞങ്ങളാണെന്ന് ഫ്രീസൊക്കെ ഇട്ടാണ് ഫസ്റ്റ് ടൈം കുറേ ഡാമേജ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോൺ വന്നപ്പോൾ തന്നെ സോണിക്ക് പോയിട്ടാണ് നമുക്ക് എലിമിനേറ്റ് ആയി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇങ്ങനെ പ്ലേസ് ഒന്ന് തല്ലി കൊല്ലിയാണോ ചെയ്യാറ്, അതോ നിങ്ങൾ എലിമിനേറ്റ് ആയി കൊടുക്കുകയാണോ ചെയ്യാറ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഞാൻ നോക്കുകയാണെന്ന് എലിമിനേറ്റ് ഒക്കെ ആയിട്ട് പിന്നെ അളിയനും പോയിട്ടുണ്ട് എലിമിനേറ്റ് ആയിട്ടാണ് അവരൊക്കെ നമ്മൾ കളിയൊക്കെ പോയി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, വീഡിയോ കാണുന്നവരൊക്കെ ബൈ.